ഹലോ, ഷാനിംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ജാങ്കോല് ലാസ്റ്റ് കവർ ചെയ്തത് ടെംപ്ലേറ്റ്സ് ആൻഡ് URL മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതിൽ നമ്മളൊരു HTML പേജ് എങ്ങനെ ജാങ്കോല് റെൻഡർ ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചതായിരുന്നു. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനെങ്ങനെ സ്റ്റൈലുകൾ കൊടുക്കാം എന്നുള്ളതാണ് ഇന്ന് പഠിക്കാൻ പോണത്. ഓക്കെ, സ്റ്റൈലും JS ഒക്കെ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. സോ ഞാനിപ്പോൾ പുതിയൊരു പ്രൊജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തോക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒരു HTML പേജ് റെൻഡർ ചെയ്യിപ്പിച്ച് വെച്ചു. ഓക്കെ, എൻ്റെ ലാസ്റ്റ് പ്രൊജക്ട് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ പുതിയൊരു പ്രൊജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തോക്കുന്നത്. ഓക്കെ, സോ ഹോം എന്ന് പറഞ്ഞൊരു വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ? ഓക്കെ, index.html പേജിലോട്ട് കൊടുത്തിട്ട്. ഓക്കെ, ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇതൊരു ഡിവിനുള്ളിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഈ എഴുതി വെക്കുന്നത് ഒരു ഡിവ് ടാഗിൻ്റെ ഉള്ളിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ ചെയ്യാൻ പോണത്, എൻ്റെ സെർവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഞാനൊരു പുതിയൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുക. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ന്യൂ ഫോൾഡർ കൊടുക്കാം. ഞാൻ CSS എന്ന് പറഞ്ഞൊരു ഫോൾഡർ കൊടുത്തു. ഓക്കെ, നമ്മുടെ CSSും ജാവാസ്ക്രിപ്റ്റും ഇമേജസും ഒക്കെ ഈ സ്റ്റാറ്റിക്കിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊണ്ടിടാൻ പോണത്. ഓക്കെ, അഗെയിൻ ഒരു ഫോൾഡർ ഞാൻ എടുക്കാം. JS എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി. ഒരു ഫോൾഡറും കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇമേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡറും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ CSS സ്റ്റൈൽ എങ്ങനെ ആഡ് ചെയ്യണമെന്നാണ് കാണിച്ചു തരുന്നത്. അതേ സിമിലർ മെത്തേഡിൽ തന്നെയാണ് ഇമേജ് ആയാലും JS ആയാലും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റൈലിൽ കാണിച്ചു തരാം. ഓക്കെ, CSSൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു പുതിയ ഫയൽ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ style.css എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താക്കാം, ഈ ഡിവിന് ഒരു സ്റ്റൈൽ കൊടുക്കാം. ഡിവിൻ്റെ ഉള്ളിലത്തെ ടെക്സ്റ്റിന് ഒരു ബ്ലൂ കളർ വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്റ്റൈൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഡിവിന് സ്റ്റൈൽ കൊടുക്കുകയാണ്. അതിനുള്ളിൽ കളർ ഞാൻ എന്താക്കുന്നു, ഒരു ബ്ലൂ എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, പിന്നെ ഞാൻ എന്ത് ചെയ്യണു, എൻ്റെ ടെംപ്ലേറ്റ്സിൽ ഇൻഡെക്സിലോട്ട് വന്നിട്ട് നമ്മൾ എന്താ സാധാരണ ചെയ്യാറ്, ലിങ്ക് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ HRFൻ്റെ ഉള്ളിൽ എന്താക്കും, ആ style.css എന്നുള്ളത് നമ്മൾ പാസ് ചെയ്യാണ് ചെയ്യുക അല്ലേ. CSS/style.css പാസ് ചെയ്യാണ് ചെയ്യുക. പക്ഷെ നമ്മൾ ജാങ്കോയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് ഏറ്റവും താഴെ സ്റ്റാറ്റിക് URLs എന്ന് പറഞ്ഞിട്ടൊരു ഇത് കിടക്കുന്നുണ്ട് കണ്ടോ. അതേപോലെ തന്നെ നമ്മൾ ടെംപ്ലേറ്റ്സ് ഇതിൽ ആഡ് ചെയ്തില്ലേ, ടെംപ്ലേറ്റ്സിന്റെ ഡയറക്ടറി എവിടെയാന്നുള്ളത് നമ്മൾ സെറ്റിങ്സിൽ ആഡ് ചെയ്തില്ലേ, അതേപോലെ സ്റ്റാറ്റിക്കിന്റെ ഡയറക്ടറി എവിടെയാന്നുള്ളത് നമ്മൾ എന്താക്കണം, ഈ സെറ്റിങ്സിൽ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റിക് URLന് തൊട്ട് താഴെയായിട്ട് നമ്മൾ എന്താക്കണം, സ്റ്റാറ്റിക് ഫയൽസ് _dirs എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അതിൽ നമ്മൾ എന്ത് കൊടുക്കണം, ടെംപ്ലേറ്റ്സ് എങ്ങനെ ആഡ് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ഇതിലും കൊടുക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ്, os.path.join എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കണം, ബേസ് ഡയറക്ടറി എന്താണ് അതിന്റെ പേര്, സ്റ്റാറ്റിക് എന്നാണ് പേര് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മളിവിടെ സ്റ്റാറ്റിക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മുടെ URL ഉണ്ടല്ലോ, ആപ്പിന്റെ URL, അവിടെ വന്നിട്ട് പോയിട്ട് എന്താക്കണം, ആ സ്റ്റാറ്റിക് ഫയൽസിന്റെ ഇതിനെ മാപ്പ് ചെയ്യണം, URL ആയിട്ട് മാപ്പ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആദ്യം സെറ്റിങ്സിനെ ഇമ്പോർട്ട് ചെയ്യണു ഫ്രം django.conf import സെറ്റിങ്സ്. ഓക്കെ, എല്ലാത്തിലും ഇത് സെയിം തന്നെയാണ്, സെയിം കോഡ് തന്നെയാണ് കേട്ടോ. സെറ്റിങ്സിന് ഇമ്പോർട്ട് ചെയ്തു, ദെൻ നമ്മൾ സ്റ്റാറ്റിക്കും കൂടി ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, django.conf.urls.static import static. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തു. ദെൻ ഇവിടെ URL ആയിട്ട് മാപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, URL പാറ്റേൺസ് +or=+or= എന്താ കൊടുക്കണേന്ന് മനസ്സിലായില്ലേ. ഇപ്പോൾ +or=1 കൊടുക്കുകയാണെങ്കിൽ എന്താ അർത്ഥം, URL patterns =URL patterns +1. ഓക്കെ, അപ്പൊ അതേപോലെ +or= നമ്മൾ എന്താക്കുന്നു, സ്റ്റാറ്റിക് ഓഫ് സെറ്റിങ്സ് ഡോട്ട് static underscore URL, comma, document
underscore root equal to settings dot static underscore root. ഓക്കെ, തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളതും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇനി ഇമേജ് ആഡ് ചെയ്യുമ്പോൾ വരണേണ്ടതിനാണ് മീഡിയ ഞാൻ ആഡ് ചെയ്തത് കേട്ടോ. ഓക്കെ ഓക്കെ, ഇതെല്ലാത്തിലും സെയിം കോഡ് തന്നെയാണ് വരുന്നത്. ഇതേ കോഡ് തന്നെയാണ് നമുക്ക് സ്റ്റാറ്റിക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണത്. ഇനി നമ്മുടെ ഇൻഡെക്സ് പേജിലോട്ട് വരാണെങ്കിൽ ഇവിടെ എങ്ങനെയാ കൊടുക്കണേന്ന് നോക്കാം. ഇവിടെ കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു കേളി ബേസസ് നമ്മൾ യു ആറിൽ പാസ് ചെയ്യില്ലേ, അതേപോലെ തന്നെ കേളി ബേസസ് പെർസെൻറ്റേജ് സ്പേസ് സ്റ്റാറ്റിക്കിനുള്ളിൽ സ്റ്റാറ്റിക് സ്പേസ് കോഡ്സ് ഇട്ടിട്ട് എന്താക്കണം, ഇത് കോഡ്സിനുള്ളിൽ പാസ് ചെയ്യുക. നമ്മൾ യു ആറിൽ പാസ് ചെയ്യണ അതേ മെത്തേഡ് തന്നെ. അവിടെ യു ആർ എല്ലിന് പകരം നമ്മൾ സ്റ്റാറ്റിക് വെക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ ചെയ്യണം. എന്താണ്, ഈ സ്റ്റാറ്റിക്കിനെ നമ്മൾ ലോഡ് ചെയ്യണം. ഇൻഡെക്സ് പേജിൽ നമ്മൾ സ്റ്റാറ്റിക്കിനെ ലോഡ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് എന്താക്കണം, ലോഡ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ കൊടുക്കണം. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ വരണേന്നുള്ളത്. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ റൺ ആയിട്ടുണ്ട്. റീഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിന് കളർ മാറിയത് ബ്ലൂ ആയത് കണ്ടോ. ഓക്കെ ആണെങ്കിൽ പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല തോന്നുന്നു. അപ്പം ഞാനൊരു ബോഡി കളറും കൂടി കൊടുക്കാം. ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ കൊടുക്കണം. ഒന്ന് റീഫ്രഷ് ചെയ്താൽ ബോഡിക്ക് എൻ്റെ കളർ വരാതെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കൊടുത്താലും മതിയില്ലല്ലോ. ഒരു മിനിറ്റ് കേട്ടോ, ഡിവിന് ഞാൻ കൊടുത്തോട്ടെ. കണ്ടോ കളർ വന്ന് കണ്ടോ. ഞാനിപ്പോൾ ഒരു വൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ വന്നില്ലേ. ഇങ്ങനെയാണ് നമ്മൾ സി എസ് എസ് അല്ലെങ്കിൽ സ്റ്റൈൽ ആണെങ്കിലും ജാവാ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഇപ്പം എന്താ ഇമേജസ് ആണെങ്കിലും നമ്മുടെ ജാവയല്ല ജാങ്കോയിൽ ആഡ് ചെയ്യണത് ഇങ്ങനെയാണ്. അപ്പം ആദ്യം നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് പറഞ്ഞു കൊടുത്തു, പാത്ത് ഏതാ ഡയറക്ടർ ഏതാന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു. ദെൻ യു ആറിലായിട്ട് നമ്മൾ എന്താക്കി, മാപ്പ് ചെയ്തു. പിന്നെന്താ ചെയ്തേ, ഇൻഡെക്സ് പേജിലോട്ട് വന്നിട്ട് സ്റ്റാറ്റിക്കിനെ ഇങ്ങനെയാണ് നമ്മൾ കോൾ ചെയ്തത്. യു ആറിൽ കോൾ ചെയ്യില്ലേ, അതേപോലെ തന്നെ സ്റ്റാറ്റിക് കീവേഡ് വെച്ചിട്ട് കോൾ ചെയ്തു. ദെൻ എന്താണ്, ഏറ്റവും ടോപ്പിൽ നമ്മൾ സ്റ്റാറ്റിക്കിനെ ലോഡ് ചെയ്തു. ഇങ്ങനെയാണ് എന്ത് സ്റ്റാറ്റിക് ഫയൽസിനെ നമുക്ക് ജാങ്കോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇന്ന് സി എസ് എസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ജാവാ സ്ക്രിപ്റ്റും ഇമേജസും ലോഡ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ലോഡ് ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ പറയാം. അതിലെന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ തന്നെ കമന്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ജാങ്കോന്റെ ഒതന്റിക്കേഷൻ ആയിട്ട് വരാം. അപ്പോൾ ഒതന്റിക്കേഷൻ ഒതന്റിക്കേഷനോട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ജാങ്കോന്റെ ലോഗിൻ ലോഗ് ഔട്ട് രജിസ്ട്രേഷൻ ഒതന്റിക്കേഷൻ മെത്തേഡ് ആയിട്ട് നമുക്ക് വരാം. സോ താങ്ക് യു.